കർമ്മനിരതരും പ്രതിജ്ഞാബദ്ധരുമായിരിക്കുന്ന ഈ ദേശനിവാസികളെ അഭിസംബോധന ചെയ്ത് നിൽക്കുന്നതിൽ ഏറെ സന്തോഷവാനാണ് ഞാനും. എഫ്രാത്ത മിനിസ്ട്രി ഒരുക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ ഗ്രാമത്തിലും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് പ്രഭാതം മുതൽ പ്രാർത്ഥിച്ചാരംഭിച്ച് ഗാനങ്ങളാലും വ്യത്യസ്ത രീതിയിലുള്ള സന്ദേശങ്ങളാലും ലഹരിക്ക് എതിരായി നിന്നുകൊണ്ട് തന്നെ തെല്ലും ഭീതിയില്ലാതെ രക്ഷയുടെ സുവിശേഷത്തെ ഗ്രാമാനന്തരം പട്ടണാന്തരങ്ങളിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നതിൽ സന്തോഷവാനാണ്. ഞങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാർ വിവിധ തരത്തിൽ ജോലിയുള്ളവരും പഠിക്കുന്ന വ്യക്തികളുമൊക്കെയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ വിവിധ സ്ഥലങ്ങളിലും വിവിധ ദേശങ്ങളിലും ഈ മർമ്മപ്രധാനമായ സത്യസുവിശേഷത്തെ വിളിച്ചു പറയുന്നതിൽ ലജ്ജയൊട്ടുമില്ലാതെ പൊലിഞ്ഞു പോകുന്ന സുഹൃത്തുക്കൾ, പൊലിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ, ചിതിലമാകുന്ന ജീവിതങ്ങൾക്ക് ഒരേ ഒരു രൂപാന്തരം നൽകുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവന്ന, ഞങ്ങളുടെ ജീവിതത്തിലും സന്തോഷം കൊണ്ടുവന്ന, ഞങ്ങളുടെ ജീവിതത്തിലും ഒരു അഭിവൃദ്ധി കൊണ്ടുവന്ന ഏക സത്യം അത് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ സത്യം തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ, പാൻപരാഗ് പോലുള്ള ഓരോ ക്രമീകരണങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്കല്ല, മനുഷ്യന്റെ വിപത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ് വിപത്താണെന്ന് പറയുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ മദ്യം ഒരു വിപത്തല്ലേ? അതേ സഹോദര, മദ്യം ഒരു വിപത്ത് തന്നെയാണ്. അതൊരിക്കലും ഒരു മനുഷ്യനെ നന്നായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതല്ല. ഒരല്പനേര സമാധാനത്തിന് വേണ്ടി പലരും അത് ഉപയോഗിക്കാറുണ്ട്. ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ഇത് തുടങ്ങി വെക്കുന്നത് ഒരു വലിയ മരണത്തിന്റെ അവസ്ഥയിലേക്ക് കുടുംബത്തെ എത്തിച്ചേർക്കുന്നത് ഈ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെയാണ്. ഈ സത്യം പലരും വിളിച്ചു പറഞ്ഞതാണ്. ഗവൺമെന്റ് പോലും അതിനുവേണ്ടിയുള്ള പ്രതിക്രിയകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈനംദിനം പെരുകി വരുന്ന കൊലപാതകയുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. എങ്ങനെയാണ് അത് കൂടി വരുന്നത്? ദിനം പ്രതി ഉയരുന്ന മദ്യത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും വാർത്തെടുക്കുന്നത് അത് നല്ല നാളേക്ക് വേണ്ടിയല്ല. എല്ലാ മനുഷ്യനെയും വാർത്തെടുക്കുന്നത് നശിപ്പിച്ചു കളയേണ്ടുന്നതിന് വേണ്ടിയാണ്, ഒരു കൊലപാതകയാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് മരണത്തെ വിളിച്ചു വരുത്തേണ്ടുന്നതിന് വേണ്ടി തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ റെഡ് ഇന്ത്യക്കാരാണ് കൊണ്ടുവന്നത്. ആഭിചാര കർമ്മത്തിന് വേണ്ടി പുകയില അവർ ഉപയോഗിച്ചു വന്നു. അതിനുശേഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലും ഇന്ത്യയിലേക്ക് വന്നു. അത് വന്നതിന്റെ മർമ്മപ്രധാനമായ കാരണം ആഭിചാരദോഷത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെയും അതിനുവേണ്ടി ഒന്നുമല്ല, സ്വന്തം മണിമകുടമായിരിക്കുന്ന കർത്താവ് സൃഷ്ടിച്ച ഈ ശരീരത്തെ തേജോവധം ചെയ്തു കളയുവാൻ വേണ്ടി, നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തിരഞ്ഞെടുത്തത് ഒന്നേ ഉള്ളൂ. അത് അപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. പിശാചിന്റെ പ്രവൃത്തി ഈ മൺകൂടാരത്തെ തകർത്തു കളയേണ്ടത് തന്നെയാണ്. ഈ ദൈവത്തിന്റെ മന്ദിരമെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ തകർത്തു കളയേണ്ടുന്നതിന് പുകയില പോലുള്ള മലിനമായ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കുവാൻ വേണ്ടിയല്ല, അത് നശിപ്പിച്ചു കളയുവാൻ വേണ്ടി തന്നെയാണ്. ശ്രോതാവെ തിരിച്ചറിയുക, ഇതിന്റെ പിന്നിലിരിക്കുന്ന മരണമെന്ന മാസ്മരികത നമ്മെ പിടിച്ചു മുറുക്കുന്നത് അത് വരും നിശ്ചയം തന്നെയാണ്. എങ്കിൽ തന്നെയോ ലഹരിക്ക് ഉപയോഗിച്ച് ക്യാൻസറായി ഒത്തിരി പേർ മരിക്കാറുണ്ട്. തിരുവനന്തപുരം SIT പോയി കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ ദൈനംദിനം പെരുകി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് പെരുകി വരുന്നത്? കൂടുതലും 70 ലക്ഷത്തിൽ പരമേറെ ആൾക്കാരാണ് പുകയില മാത്രം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദൈനംദിനം പെരുകി വരുന്ന ലഹരിയുടെ വിപത്തിൽ
കുടുങ്ങിപ്പോകുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്, യൗവനക്കാർ തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ള യൗവനക്കാർ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടി ധീര പോരാളികളായി പട്ടണങ്ങളിലും ദേശങ്ങളിലും കലാലയങ്ങളിലും ഉയർത്തിപ്പറയുന്ന ഒരേ ഒരു സത്യവിശേഷമുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന സ്നേഹസ്വരൂപിയായ സർവശക്തനായ സർവവ്യാപിയായ സർവേശ്വരന്റെ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. ഈ ദേശത്തിലും ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ ഒരേ ഒരു നാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എന്റെ സഹപാഠി അത് ഉപയോഗിക്കാറുണ്ട്. പിന്നിലുള്ള ക്ലാസ്സിലേക്കുള്ള കുഞ്ഞുങ്ങളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ വാർത്ത തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിയും. പണ്ടൊക്കെ പിതാക്കന്മാർ ഉപയോഗിച്ചത്, യൗവനക്കാർ മാത്രം ഉപയോഗിച്ചത് കലാലയങ്ങളിലും സ്കൂളുകളിലും കുരുനോമനകൾ ഇപ്പോൾ ഇത് ഉപയോഗിച്ചു പോകുന്നുണ്ട്. ഗവൺമെന്റും പോലീസും അതുപോലെ മറ്റ് സാമൂഹിക പ്രതിജ്ഞാബദ്ധരൊക്കെ ഇതിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കാറുണ്ട്. എന്റെ കുഞ്ഞിനെ ഒരുക്കി സ്കൂളിലേക്ക് യാത്ര അയക്കുന്നത് നല്ല തലമുറയ്ക്ക് വേണ്ടി, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ, സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാൻ, നല്ല സ്വഭാവങ്ങൾ ഉള്ള വ്യക്തിയാക്കി പണിത് എടുക്കുവാൻ വേണ്ടി കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും കുഞ്ഞുങ്ങളെ ഒരുക്കി അയക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ പലപ്പോഴും ഇവരെ മരണത്തിലേക്ക് ആഴ്ത്തിക്കളയുന്നത് പോലെ, മരണത്തിലേക്ക് നയിക്കുന്നത് പോലെ ലഹരി എന്നുള്ള ഒരു സന്ദേശം അവർക്ക് പകർന്നു നൽകാറുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ലതിനാണെന്നാണോ കരുതുന്നത്? ഇപ്പോൾ മാന്യ വ്യക്തി എന്നില്ല, ഏത് വ്യക്തിയും അത് ഉപയോഗിക്കാത്ത വ്യക്തിയൊക്കെയും മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒരു പുക പോലും എടുക്കുന്നില്ലല്ലോ, നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒരു മദ്യപാനിയായി ഇല്ലെങ്കിൽ നീ മദ്യപിച്ചിട്ടില്ലല്ലോ, നിനക്കിതിന്റെ സുഖസൗകര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ കേൾക്കണമോ ദേശനിവാസികളെ, ഇത് ഉപയോഗിച്ച വ്യക്തികൾ ഈ പ്രായത്തിലും പൊലിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് വാഹന അപകടങ്ങൾ നിരന്തരം ഏറി വരുന്നത് മറ്റു വാഹനത്തിൽ ഇടിച്ചു മാത്രമല്ല, തനിക്ക് ബോധിച്ചതുപോലെ ഓടിച്ച് ഒരു വീരമൃത്യുവിന് കൊടുക്കേണ്ടുന്ന മരണമല്ല അത് വ്യക്തിക്ക് കൊടുക്കുന്നത്. മദ്യപിച്ച് റോഡിൽ പൊലിഞ്ഞു പോകുന്ന അനവധി ചെറുപ്പക്കാരെ ദിവസവും പത്രമാധ്യമങ്ങളിൽ നമുക്കറിയുവാൻ കഴിയും. ഇതൊക്കെ വിളിച്ചു പറയുന്നത് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. ആ സർവശക്തിയുള്ള ദൈവം പറയുന്നത് സർവജനങ്ങളും ആ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. എന്നാൽ സ്വയ സന്തോഷത്തിന് വേണ്ടി, സ്വയ ആഗ്രഹത്തിന് വേണ്ടി മുൻപോട്ട് അവരുടെ ജീവിതം നയിച്ചതിന് ശേഷം തോന്നിയതുപോലെ ജീവിച്ച്, തോന്നിയതുപോലെ സന്തോഷം പങ്കിട്ട് കൂട്ടുകാരുടെ കൂടെ ദിനംപ്രതി സമയങ്ങൾ ചിലവഴിച്ച് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാറിപ്പോകുന്ന മാന്യ ശ്രോതാവേ, ഇത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടേണ്ടുന്നതാണ്. ചെറുപ്രായത്തിൽ തന്നെ പൊലിഞ്ഞു പോകുമ്പോഴുള്ള കുടുംബത്തിന്റെ വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെറുപ്രായത്തിൽ തന്നെ പൊലിഞ്ഞു പോകുമ്പോൾ ദേശത്തിലുള്ള ബന്ധുമിത്രാദികൾക്കുള്ള വേവലാതി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലഹരി ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു സന്തോഷമാണ്, പിന്നീട് അതില്ലാതെ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല. മാരകമായ രോഗങ്ങൾ നാശത്തിലേക്ക് വഴിതെളിച്ചു വിടുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഇതൊക്കെ നല്ലതിനു വേണ്ടിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇത് നല്ലതിനു വേണ്ടിയല്ല. ഇത് നിങ്ങളുടെ ജീവിതം നരകതുല്യമായി
നരകത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ്. വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്. രണ്ട് വ്യക്തികളെ പറ്റിയാണ്. ധനവാനും ലാസറും എന്ന് പറയുന്ന വ്യക്തികൾ. ധനവാൻ നല്ല ഭക്ഷണമൊക്കെ കരുതി നന്നായി ജീവിച്ച് നന്നായി തന്റെ ജീവിതം മുൻപോട്ട് നയിച്ചു കൊണ്ടുവന്നു. അപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ലാസർ എന്ന് പേരുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതം ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും, ആരും ഒരു സഹായമില്ലാതെ, ആരും ഒരു സംരക്ഷണമില്ലാതെ തന്റെ ജീവിതം നരകതുല്യമായി താൻ ഇവിടെ ജീവിച്ചു തീർത്തു. ഒരു സുപ്രഭാതത്തിൽ ഇവർ രണ്ടും മരിച്ചു. ഇവർ രണ്ടും പറുദീസയിലേക്ക് എത്തിപ്പെട്ടു. അവിടെ പിന്നെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയെ നരകത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നന്നായി ജീവിച്ച് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി സുഖസൗകര്യങ്ങളോടെ ജീവിച്ച വ്യക്തി ഇതാ നരകത്തിലേക്ക് യാത്രയാകുന്നു. അപ്പുറത്ത് ലാസർ എന്ന് പേരുള്ള ഒരു വ്യക്തി. ധനവാന്റെ പേരവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ പട്ടിണി കിടന്ന് സർവശക്തനെ മാത്രം തിരിച്ചറിഞ്ഞ് ജീവിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു. അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ ധനവാനായ വ്യക്തി ഇതാ നരകത്തിൽ കിടന്ന് ചോദിക്കുന്നു, ഒരു തുള്ളി വെള്ളമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആഹാരം നമ്മൾ പാഴാക്കാറുണ്ട്, പാനീയങ്ങൾ നമ്മൾ പാഴാക്കാറുണ്ട്. മാന്യശ്രോതാവേ, ഇന്നുള്ള സുഖ സൗകര്യങ്ങൾ പോലും അനവധി സ്ഥലങ്ങളിൽ ഇല്ലാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലുള്ള സുഖ സൗകര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടാതെ പോകുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയും കൂടെ തന്നെയാണ്. ഇന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യം പല ജീവിതങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിന്റെ കാര്യം, സുഖ സൗകര്യത്തോടെ ജീവിക്കുവാൻ നമ്മുടെ ദേശം, നമ്മുടെ സമൂഹം, നമ്മുടെ വീട് നമുക്കതിന് പലപ്പോഴും വഴി തുറന്നു തന്നു. എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, നരകത്തിലേക്ക് പോകുവാനല്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതം സർവശക്തനായ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുവാനുണ്ട്. മരണമെന്ന മാസ്മരികത എല്ലാവരെയും പിടിച്ചു മുറുക്കും. ഏത് സമയമെന്നില്ലാതെ വിളിക്കാത്ത അതിഥിയെ പോലെ കയറി വരുന്ന മരണം ഏത് വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതാണ്. ഇന്ന് പ്രസംഗിക്കുന്ന ഞാനായിരുന്നാലും ഈ ശബ്ദം ശ്രവിക്കുന്ന ഏത് മാനവ ജനതയായിരുന്നാലും, മനുഷ്യ ഒരു നാൾ മനുഷ്യൻ മരിച്ചേ മതിയാകുള്ളൂ. അങ്ങനെ മരിക്കുവാൻ തയ്യാറാകുമ്പോൾ ചിലർക്ക് മരണമെന്നത് ഭീതിയാണ്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, മരണത്തിന്റെ അപ്പുറവും ഞങ്ങളെ കൈവിടത്തില്ല എന്ന് പറഞ്ഞൊരു നല്ല നസ്രായനുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി പറയുന്ന സർവശക്തനായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ അനവധി ദേശത്തേക്ക് ഈ സൽവർത്തമാനം സുവിശേഷ ഘോഷണം ചെയ്യുന്നത്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് സർവശക്തൻ തന്റെ മഹിമയെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനെ മനസ്സ് മാറ്റിക്കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതൊരു കർമ്മത്താലേ കഴിയത്തുള്ളൂ. അത് കർമ്മത്തിന്റെ പേരാണ് ക്രൂശീകരണം. താൻ തന്നെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. റോമ പടയാളികൾ തന്റെ മുതുകുമൊത്തം കീറുമ്പോഴും അവരുടെ ആചാരപ്രകാരം കുരിശിലേക്ക് തറയ്ക്കുമ്പോഴും മാന്യശ്രോതാവെ, മറുത്തൊന്നും പറയാതെ ഈ സർവശക്തനായ ദൈവം നിന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെ ഈ പാപത്തിൽ നിന്ന് കരകയറ്റുവാൻ തന്നെയാണ്. ഈ പാപത്തിൽ നിന്ന് കരകയറ്റുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടാതെ വരുമ്പോഴും ആ സർവശക്തൻ ഏറ്റ അടികൾ പോലും നമുക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള മർമ്മപ്രധാനമായ സത്യം തിരിച്ചറിയുക. ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
ആ കാൽവരി ക്രൂശിൽ നമുക്കായി പിടയുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അനുഭവം നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ നശിച്ചു പോകുവാനുള്ളവനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ സർവശക്തനെയല്ലെങ്കിലേക്ക് നമ്മുടെ മുഖത്തെ തിരിക്കുവാനിടയായി തീരും. ജയിലിൽ കിടക്കുന്ന വ്യക്തികൾ പോലും അവരുടെ മനസ്സിനെ മാറ്റം കൊണ്ടുവന്ന ഒരേ ഒരു സുവിശേഷമുണ്ടെങ്കിൽ ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. ആ സുവിശേഷത്തിന് മാത്രമേ ഒരു വലിയ രക്ഷ നൽകുവാൻ കഴിയത്തുള്ളൂ. മാന്യ ശ്രോതാവേ, ഇന്ന് നമ്മൾ നന്നായി ജീവിച്ച് നന്നായി സുഖസൗകര്യത്തോടൊക്കെ ജീവിക്കുമ്പോഴും തിരിച്ചറിയുക, മരണം നമ്മെ പിടിക്കുന്നതിന് മുൻപ് ആ നസ്രയെങ്കിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കുവാൻ കഴിയുമോ? സഹോദര, എന്റെ ജീവിതത്തിൽ അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഞാൻ വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അസമാധാനമാണ് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞു മുഖാന്തരം എന്റെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കാമോ? ആ നസ്രയനായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ നസ്രയനായ യേശുവിൽ ഞാൻ എന്റെ ഹൃദയങ്ങളെ കൈമാറുന്നു. ഏത് രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളായിരുന്നാലും, ഏതൊക്കെ മാറാരോഗം നിങ്ങളെ പിടിച്ചെന്നാലും, ഏതൊക്കെ ആശുപത്രികൾ മാറി മാറി നിങ്ങൾ കയറിയാലും, നല്ല നസ്രയനെ തിരിച്ചറിയുക. ആ കർത്താവിന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ കർത്താവിന് വലിയ അത്ഭുത അടയാളങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ സർവശക്തനായ ദൈവത്തിന് ഇന്നും നിലച്ചു പോയിട്ടില്ലാത്ത വലിയ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ദേശത്തോട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിന് ഇവിടെ ഉപസംഹാരം കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. സർവശക്തിയുള്ള ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all.